ഹലോ സ്റ്റുഡൻസ്, കോർപ്പറേറ്റ് റെഗുലേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷനിൽ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത് കമൻസ്മെൻറ്റ് ഓഫ് വൈൻഡിങ് അപ്പാണ്. പേജ് നമ്പർ 191. അപ്പം വൈൻഡിങ് അപ്പിൻ്റെ മുൻപുള്ള കുറേ കാര്യങ്ങൾ, ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, ലിക്വിഡേറ്ററുടെ പവർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. വൈൻഡിങ് അപ്പിൽ തന്നെ കമ്പൽസറി വൈൻഡിങ് അപ്പ് ഉണ്ട് എന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ആ വൈൻഡിങ് അപ്പിൻ്റെ കമൻസ്മെൻറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്നുള്ളതാണ്. Winding up being a process of varied consequences from the context of different stakeholders of the company, it is critical to identify the time at which it begins. The following are the provisions of the Act. അപ്പം ഈ ഒരു വൈൻഡിങ് അപ്പ് പ്രോസസ്സ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷെയർ ഹോൾഡേഴ്സ് അല്ല, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ മേലെ ഇൻട്രസ്റ്റ് ഉള്ള എല്ലാ വ്യക്തികളെയും നമ്മൾ പൊതുവായിട്ട് പറയുന്ന പേരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതായത് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, കമ്പനിയുടെ എംപ്ലോയീസ്, മാനേജേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഗവൺമെൻറ്, കമ്മ്യൂണിറ്റി, അങ്ങനെ ആ ഒരു ബിസിനസ്സിൻ്റെ മേലെ ഇൻട്രസ്റ്റ് ഉള്ള എല്ലാ വ്യക്തികളെയും കൂടെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വൈൻഡിങ് അപ്പിൻ്റെ പ്രോസസ്സ് കമ്പനിയുടെ മേൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് വ്യക്തികളുടെ മേലെ അതിൻ്റെ ആ ഒരു കോൺസിക്വൻസസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ള ആ ഒരു ടൈമിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. എപ്പോഴാണ് ഈ ഒരു വൈൻഡിങ് അപ്പ് പ്രോസസ്സ് കമൻസ് എന്നുള്ള ആ ഒരു ടൈമിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച പ്രൊവിഷൻസാണ് പറഞ്ഞിരിക്കുന്നത്. കമൻസ്മെൻറ്റ് ഓഫ് കമ്പൽസറി വൈൻഡിങ് അപ്പ് സെക്ഷൻ 357 ആണ്. ദ വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി ബൈ ദ ട്രിബ്യൂണൽ ഈസ് ഡീംഡ് ടു കമൻസ് ഫ്രം ദ ടൈം ഓഫ് ദ പ്രസൻറ്റേഷൻ ഓഫ് ദ പെറ്റീഷൻ ഫോർ വൈൻഡിങ് അപ്പ്. കമ്പൽസറി വൈൻഡിങ് അപ്പിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണോ നമ്മൾ വൈൻഡിങ് അപ്പിന് വേണ്ടി പെറ്റീഷൻ സമർപ്പിക്കുന്നത് അപ്പോൾ വൈൻഡിങ് അപ്പ് പ്രോസസ്സ് തുടങ്ങി എന്നാണ് ഡീം ചെയ്യുക എന്ന് പറഞ്ഞാൽ കരുതപ്പെടുന്നത്. This means that even before the petition is allowed, the company is deemed to be in a status of winding up. അപ്പോൾ ആ ഒരു പെറ്റീഷൻ്റെ മേലെ വിധി വന്നിട്ടില്ല എങ്കിൽ പോലും കമ്പനി വൈൻഡിങ് അപ്പിൻ്റെ ആ ഒരു സ്റ്റാറ്റസിലാണ് എന്നാണ് കരുതപ്പെടുന്നത്. ബട്ട് വെയർ ബിഫോർ ദ പ്രസൻറ്റേഷൻ ഓഫ് ദ പെറ്റീഷൻ എ റെസൊല്യൂഷൻ ഹാസ് ബീൻ പാസ്ഡ് ബൈ ദ കമ്പനി ഫോർ വോളണ്ടറി വൈൻഡിങ് അപ്പ്, ദ വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി ഈസ് ഡീംഡ് ടു ഹാവ് കമൻസ്ഡ് അറ്റ് ദ ടൈം ഓഫ് പാസിംഗ് ദ റെസൊല്യൂഷൻ. ഈ പെറ്റീഷൻ സമർപ്പിക്കുന്നതിന് മുൻപായിട്ട് കമ്പനി മീറ്റിംഗ് വിളിച്ച് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ആ കേസിൽ മാത്രം വൈൻഡിങ് അപ്പ് സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണെന്നാണ് വിചാരിക്കുന്നത്, ആ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയ സമയം ഏതാണോ അപ്പം വൈൻഡിങ് അപ്പ് കമൻസ് ചെയ്തു എന്നാണ് കരുതപ്പെടുന്നത്. When an order is made for winding up, it relate back to the date of the presentation of the petition. അപ്പോൾ നമ്മൾ ഈ പെറ്റീഷൻ സമർപ്പിച്ച് അതിൻ്റെ മേലുള്ള വാദം എല്ലാം കേട്ട് കഴിഞ്ഞിട്ടാണ് ശരിക്കും വൈൻഡിങ് അപ്പ് ഓർഡർ വരുന്നത്. പക്ഷേ വൈൻഡിങ് അപ്പ് ഓർഡർ വരുന്നത് ശരിക്കും നമ്മൾ മുൻകാല പ്രാബല്യത്തോടു കൂടി എന്നാണോ പെറ്റീഷൻ സമർപ്പിച്ച ആ ഒരു പീരീഡ് വെച്ചിട്ട് മുൻകാല പ്രാബല്യത്തോടു കൂടിയായിരിക്കും ആ ഒരു വൈൻഡിങ് അപ്പ് ഓർഡർ നിലവിൽ വരുന്നത്. അടുത്താണ് അഡ്വൈസറി കമ്മിറ്റി സെക്ഷൻ 287. The tribunal may, while making a winding up order, direct that there shall be an advisory committee to advise the liquidator. അപ്പോൾ ലിക്വിഡേറ്റർ ആരാന്നുള്ളതൊക്കെ നമ്മൾ കണ്ടായിരുന്നില്ല. വൈൻഡിങ് അപ്പ് പ്രോസസ്സ് നടപ്പാക്കുന്ന വ്യക്തിയാണ് ലിക്വിഡേറ്റർ. അപ്പോൾ അങ്ങനെ വൈൻഡിങ് അപ്പ് ഓർഡർ പുറപ്പെടുവിക്കുന്ന സമയത്ത് ലിക്വിഡേറ്ററിനെ അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലിക്വിഡേറ്ററിനെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ഒരു അഡ്വൈസറി കമ്മിറ്റീനെ വേണമെന്നുണ്ടെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. Where the tribunal so direct, the liquidator shall within 30 days from the date of order of winding up convene a meeting of the creditors and contributors to enable the tribunal to ascertain the membership of the committee. അപ്പോൾ ഈ ഒരു അഡ്വൈസറി കമ്മിറ്റി ഫോം ചെയ്യാനായിട്ട് ട്രിബ്യൂണൽ നിർദ്ദേശിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ട്രിബ്യൂണൽ അങ്ങനെ ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ലിക്വിഡേറ്റർ ഈ വൈൻഡിങ് അപ്പ് ഓർഡർ വന്ന് 30 ദിവസത്തിനുള്ളിൽ കമ്പനിയുടെ എല്ലാ ക്രെഡിറ്റേഴ്സിനെയും കോൺട്രിബ്യൂട്ടേഴ്സിനെയും എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് കൺവീൻ ചെയ്യും, ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടും. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രിബ്യൂണലിന് ഈ കമ്മിറ്റിയുടെ, അതായത് ഈ അഡ്വൈസറി കമ്മിറ്റിയുടെ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതൊക്കെ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത്. ദ അഡ്വൈസറി കമ്മിറ്റി ഷാൾ ഹാവ് നോട്ട് മോർ ദാൻ 12 മെമ്പേഴ്സ്. ആ കമ്മിറ്റിയിൽ 12 മെമ്പേഴ്സിൽ കൂടാനായിട്ട് പാടില്ല. അതായത് മാക്സിമം 12 പേരാണ് കമ്മിറ്റിയിൽ വരുന്നത്. The members shall be creditors and contributors of the company in such proportion as may be directed by the tribunal. ആ കമ്മിറ്റിയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ തന്നെ ക്രെഡിറ്റേഴ്സും കോൺട്രിബ്യൂട്ടറീസും ആയിരിക്കും. അത് ട്രിബ്യൂണൽ പറഞ്ഞിരിക്കുന്ന അതേ അനുപാതത്തിൽ വേണം ക്രെഡിറ്റേഴ്സിനെയും കോൺട്രിബ്യൂട്ടറീസിനെയും കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താനായിട്ട്. അടുത്താണ് കോൺട്രിബ്യൂട്ടറി സെക്ഷൻ 285. ഈ കോൺട്രിബ്യൂട്ടറി നമ്മൾ നേരത്തെ ഒന്ന് പഠിച്ചു പോയതാണ്, ജസ്റ്റ് ഒന്നുകൂടെ നോക്കാം.
Contributory means a person liable to contribute towards the assets of the company in the event of being wound up. ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ അസറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ വ്യക്തികളെയാണ് കോൺട്രിബ്യൂട്ടറീസ് എന്ന് വിളിക്കുന്നത്. A person holding fully paid up share in a company shall be considered as a contributory but shall have no liability of a contributory under all whilst retaining right of such a contributory. Section 2 subsection 26. അപ്പം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഈ ലയബിലിറ്റി ലിമിറ്റഡ് ബൈ ഷെയർസ് ആണെന്നുണ്ടെങ്കിൽ ഷെയറിൻ്റെ അൺപെയ്ഡ് വാല്യൂ എത്രയാണോ അത്രയാണ് അയാൾക്ക് വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ബാധ്യത, അല്ലെങ്കിൽ അത്രയാണ് അയാളുടെ ലയബിലിറ്റി എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഫുള്ളി പെയ്ഡപ്പ് ഷെയറുകളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ശരിക്കും അവിടെ ബാധ്യതയൊന്നുമില്ല, അയാൾ പിന്നെ എമൗണ്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അയാളെയും നമ്മൾ കോൺട്രിബ്യൂട്ടറി ആയിട്ടാണ് കണക്കാക്കുന്നത്. കോൺട്രിബ്യൂട്ടറി ആണ്, പക്ഷേ കാശൊന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഒന്നും പേ ചെയ്യേണ്ടതായിട്ടുള്ള ലയബിലിറ്റി ഇല്ലാത്ത കോൺട്രിബ്യൂട്ടറീസാണ് ഫുള്ളി പെയ്ഡപ്പ് ഷെയർ ഹോൾഡ് ചെയ്യുന്ന വ്യക്തികളെന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന പോർഷനാണ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ്. കമ്പൽസറി വൈൻഡിങ് അപ്പും ഉണ്ട്, വോളണ്ടറി വൈൻഡിങ് അപ്പും ഉണ്ട്. അപ്പോൾ കമ്പൽസറി വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈൻഡിങ് അപ്പ് ബൈ ദ ട്രിബ്യൂണലാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്രൊവിഷൻസ് എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഇനി അടുത്താണ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി. വോളണ്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പൽസറി എന്ന് പറഞ്ഞാൽ എന്താ, ആരെങ്കിലും പെറ്റീഷൻ സമർപ്പിച്ച് ട്രിബ്യൂണൽ ഇടപെട്ട് കമ്പനീനെ വൈൻഡപ്പ് ചെയ്യുന്നതാണ് കമ്പൽസറി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. വോളണ്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വമേധയാ വൈൻഡപ്പ് ചെയ്യുന്നതാണ് വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. Voluntary winding up means winding up by the members or creditors of the company without any intervention of the tribunal. ട്രിബ്യൂണലിൻ്റെ ഇടപെടലില്ലാതെ കമ്പനിയുടെ തന്നെ മെമ്പേഴ്സും ക്രെഡിറ്റേഴ്സും കൂടി ചേർന്നിട്ട് കമ്പനീനെ വൈൻഡപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. Thus the members and the creditors are left free to settle their claims without going to the tribunal. അപ്പോൾ ഇവിടെ ട്രിബ്യൂണലിൻ്റെ ഇടപാടില്ലാതെ അല്ലെങ്കിൽ ട്രിബ്യൂണലിനെ സമീപിക്കാതെ തന്നെ മെമ്പേഴ്സും ക്രെഡിറ്റേഴ്സും സ്വന്തമായിട്ട് ഇതിൻ്റെ അകത്തെ കടങ്ങൾ അല്ലെങ്കിൽ ക്ലെയിംസ് ഇതെല്ലാം ഇവർ ഫ്രീ ആയിട്ട് സെറ്റിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ദേ മേ ഹൗവർ സീക്ക് ഡയറക്ഷൻ ഫ്രം ദ ട്രിബ്യൂണൽ വെനെവർ ദ നീഡ് അറൈസസ്. ആവശ്യമാണെന്നുണ്ടെങ്കിൽ അവർ ട്രിബ്യൂണലിൻ്റെ കയ്യിൽ നിന്നുള്ള ഡയറക്ഷൻസ് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതാണ്, അല്ലാത്ത ഇടപെടലുകളൊന്നും ട്രിബ്യൂണലിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നതല്ല. അടുത്താണ് സർക്കംസ്റ്റൻസസ് ഇൻ വിച്ച് കമ്പനി മേ ബി വൗണ്ട് അപ്പ് വോളണ്ടറിലി. ഒരു കമ്പനി സ്വമേധയാ വൗണ്ടപ്പ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് സെക്ഷൻ 304 പറഞ്ഞിരിക്കുന്നത്. എ കമ്പനി മേ ബി വൗണ്ട് അപ്പ് വോളണ്ടറിലി ബേസ്ഡ് ഓൺ ആൻ ഓർഡിനറി റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദ കമ്പനി ഇൻ ജനറൽ മീറ്റിംഗ്. കമ്പനിയുടെ ജനറൽ മീറ്റിങ്ങിൽ ഒരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടാണ് കമ്പനി വോളണ്ടറി വൈൻഡിങ് അപ്പ് നടത്തുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞേക്കുന്നത് ആസ് എ റിസൾട്ട് ഓഫ് ദ എക്സ്പയറി ഓഫ് ദ പീരിയഡ് ഫോർ ഇറ്റ്സ് ഡ്യൂറേഷൻ ഈഫ് എനി ഫിക്സഡ് ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾസ്. ഒന്നാമത്തെ കേസ് പറഞ്ഞേക്കുന്നത് ഈ കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കമ്പനി 20 വർഷത്തേന് നിലനിൽക്കുള്ളൂ, അല്ലെങ്കിൽ കമ്പനിയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 20 വർഷമാണ് എന്ന് പറഞ്ഞിട്ടൊരു ഡ്യൂറേഷൻ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പീരിയഡ് എക്സ്പയറി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് കമ്പനി വോളണ്ടറി വൈൻഡിങ് അപ്പ് നടത്താം. രണ്ടാമത്തത് ഓൺ ദ ഒക്യുറൻസ് ഓഫ് എനി ഇവൻ്റ് ഇൻ റെസ്പെക്റ്റ് ഓഫ് വിച്ച് ദ ആർട്ടിക്കിൾസ് പ്രൊവൈഡ് ദാറ്റ് ദ കമ്പനി ഷുഡ് ബി ഡിസോൾവ്ഡ്. കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ഇവൻ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു ഫിക്സഡ് ഇവൻ്റ് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഈ ഇവൻ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കമ്പനി വൈൻഡപ്പ് ചെയ്യാം എന്ന ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തിലും കമ്പനി വൗണ്ടപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവർ ഉദ്ദേശിച്ചിരുന്നത് ഒരു ഇത്ര ലാഭം ഉണ്ടാക്കണം എന്നാണ്. അതായത് ഇപ്പോൾ ഒരു 2 കോടി ലാഭം ഉണ്ടാക്കണം, അത് കഴിഞ്ഞാൽ കമ്പനി വൈൻഡപ്പ് ചെയ്യാമെന്ന് കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ 2 കോടി ലാഭം ഉണ്ടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ, ആ ഒരു ഇവൻ്റ് ഹാപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ കമ്പനി അവിടെ നിൽക്കില്ല, അത് കഴിഞ്ഞാൽ പിന്നെ അത് വൈൻഡപ്പ് ചെയ്ത് കഴിയും. ഇൻ അതർ സിറ്റുവേഷൻ ദ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഷാൽ ബി പാസ്ഡ് ബൈ ദ കമ്പനി ഇൻ ജനറൽ മീറ്റിംഗ് ദാറ്റ് ദ കമ്പനി ബി വൗണ്ട് അപ്പ് വോളണ്ടറിലി. ബാക്കിയുള്ള സിറ്റുവേഷൻസിലൊക്കെ ഇപ്പോൾ ഈ ഓർഡിനറി റെസൊല്യൂഷൻ ഈ 2 കേസിൽ മാത്രം ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ കമ്പനി വോളണ്ടറി വൈൻഡിങ് അപ്പ് നടത്താനായിട്ട് സാധിക്കും. ബാക്കിയുള്ള എല്ലാ കേസിലും സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ടെങ്കിലേ വോളണ്ടറി വൈൻഡിങ് അപ്പ് പോസിബിൾ ആവുള്ളൂ. അടുത്താണ് ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി ഇൻ കേസ് ഓഫ് പ്രൊപ്പോസൽ ടു വൈൻഡിങ് അപ്പ് വോളണ്ടറിലി. സെക്ഷൻ 305. സോൾവൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം, ഇൻസോൾവൻസി നിങ്ങൾക്കറിയാമല്ലോ, പാപ്പരായി പോകുന്നതാണ് ഇൻസോൾവൻസി. അതായത് ഉള്ള ആസ്തി വെച്ചിട്ട് കടങ്ങൾ വീട്ടാൻ പറ്റാത്ത അവസ്ഥയാണ് ഇൻസോൾവൻസി എന്ന് പറയുന്നത്. അപ്പോൾ സോൾവൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, നേരെ ഓപ്പോസിറ്റാണ്. അതായത് കയ്യിലുള്ള കാശ് വെച്ചിട്ട് കടം വീട്ടാനുള്ള കപ്പാസിറ്റി ഉള്ളവരെയാണ് നമ്മൾ സോൾവെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടങ്ങൾ വീട്ടാനുള്ള കപ്പാസിറ്റി കമ്പനിക്ക് ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു ഡിക്ലറേഷൻ അല്ലെങ്കിൽ പ്രസ്താവനയെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്.
When a company proposes to wind up voluntarily, it has to pass a declaration of solvency. ഇത് സോൾവൻ്റ് ആണ്, കമ്പനിക്ക് കടം വീട്ടാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു പ്രസ്താവന ഇറക്കണം. The declaration is to be made by the director or directors, verified by an affidavit to the effect that they have made a full enquiry into the affairs of the company and they have formed an opinion that the company has no debt or whether it be able to pay its debt in full from the proceeds of assets sold in voluntary winding up. അപ്പോൾ ഈ ഡിക്ലറേഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ഡയറക്ടർ അല്ലെങ്കിൽ ഡയറക്ടേഴ്സാണ് സബ്മിറ്റ് ചെയ്യുന്നത്. ആ ഒരു ഡിക്ലറേഷനെ വെരിഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു അഫിഡവിറ്റ് ഉണ്ടായിരിക്കണം. ഇവർ കമ്പനിയുടെ എല്ലാ അഫയേഴ്സും എല്ലാ ഇടപാടുകളും ഫുള്ളായിട്ട് എൻക്വയറി ചെയ്ത് നോക്കി കമ്പനിക്ക് ഇപ്പം നിലവിൽ ഒന്നുകിൽ കടമൊന്നുമില്ല അല്ലെങ്കിൽ ഉള്ള കടം വീട്ടാനായിട്ടുള്ള അസറ്റ് ഇപ്പോൾ കമ്പനിയുടെ കയ്യിലുണ്ട്, കമ്പനിയുടെ അസറ്റ് വിറ്റ് കിട്ടുന്ന പ്രൊസീഡ്സ് വെച്ചിട്ട് വീട്ടാനായിട്ട് പറ്റുന്ന കടങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു പ്രസ്താവനയാണ് ഡയറക്ടർ അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ഇറക്കേണ്ടത്. The declaration shall be made within 5 weeks immediately preceding the date of passing of the resolution for winding up the company. കമ്പനി വൈൻഡപ്പ് ചെയ്യാനായിട്ട് റെസൊല്യൂഷൻ പാസ്സാക്കി 5 ആഴ്ചകൾക്കുള്ളിൽ ഈ ഒരു ഡിക്ലറേഷൻ ഇവർ പ്രൊസീഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു ഡിക്ലറേഷൻ ഇവർ പ്രിപ്പയർ ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. The declaration shall be delivered to the registrar for registration before the date of passing of resolution of winding up. അപ്പോൾ ആ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുന്നതിന് 5 ആഴ്ച മുമ്പ് ഇവരിത് പ്രിപ്പയർ ചെയ്ത് രജിസ്ട്രാറിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കണം ഈ ഒരു ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം മാത്രമേ ഇവർക്ക് റെസൊല്യൂഷൻ പാസ്സാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. The declaration of solvency shall contain a statement that the company is not being wound up to defraud any person. The declaration shall be accompanied by. അതേപോലെ തന്നെ ഡിക്ലറേഷനിൽ കാണിക്കേണ്ട ഒരു കാര്യമാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പ്രസ്താവന ഉണ്ടായിരിക്കണം. ഈ കമ്പനി വൗണ്ടപ്പ് ചെയ്യുന്നത് നോട്ട് ബീങ് വൗണ്ടപ്പ് ടു ഡീഫ്രോഡ് എനി പേഴ്സൺ, ഏതെങ്കിലും വ്യക്തികളെ വഞ്ചിക്കാൻ വേണ്ടി അല്ല കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അതുകൂടാതെ അഡീഷണലായിട്ട് ഡിക്ലറേഷനിൽ വരേണ്ട കാര്യങ്ങളാണ് അവിടെ പോയിൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. A copy of the report of the auditors of the company on the profit and loss of the company for the period commencing from the date up to which the last such account was prepared and ending with the latest practicable date immediately before the making of the declaration. ഒരു റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പി വേണം, അതായത് ഓഡിറ്റേഴ്സിൻ്റെ റിപ്പോർട്ടിൽ, അതായത് ഏറ്റവും അവസാനത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മുതൽ ഇപ്പം ലാസ്റ്റത്തെ ആ ഒരു പ്രാക്ടിക്കബിൾ ഡേറ്റ് ഉണ്ടല്ലോ, അതായത് ഈ വൈൻഡിങ് അപ്പ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു ഡേറ്റ് ഉണ്ടല്ലോ, അതുവരെയുള്ള ആ ഒരു പീരീഡിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉൾപ്പെടെയുള്ളൊരു റിപ്പോർട്ടിൻ്റെ കോപ്പി ഡിക്ലറേഷൻ്റെ കൂടെ വെച്ചിട്ടുണ്ടായിരിക്കണം. അടുത്തത് ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദ കമ്പനി മെയ്ഡ് ഔട്ട് ആസ് ഓൺ ദാറ്റ് ഡേറ്റ്, ആ ഡേറ്റിൽ പ്രിപ്പയർ ചെയ്ത കമ്പനിയുടെ ഒരു ബാലൻസ് ഷീറ്റിൻ്റെ കോപ്പി ഉണ്ടായിരിക്കണം. ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ കമ്പനി ഓൺ ദാറ്റ് ഡേറ്റ്, ആ ഡേറ്റിൽ തന്നെ കമ്പനിയുടെ ആസ്തികളും ബാധ്യതകളും കാണിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. അടുത്തത് വേർ ദയർ എനി അസറ്റ് ഓഫ് ദ കമ്പനി ഇറ്റ് ഈസ് അക്കമ്പനീഡ് ബൈ എ റിപ്പോർട്ട് ഓഫ് ദ വാല്യുവേഷൻ ഓഫ് ദ അസറ്റ് ഓഫ് ദ കമ്പനി പ്രിപ്പയർഡ് ബൈ എ രജിസ്റ്റേർഡ് വാല്യുവർ. കമ്പനിയുടെ അസറ്റ് വാല്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് റീവാല്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും രജിസ്റ്റേർഡ് വാല്യുവർ വന്ന് കമ്പനിയുടെ അസറ്റുകൾ വാല്യൂ ചെയ്തിട്ട് അതിൻ്റെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഡിക്ലറേഷൻ ഓഫ് സോൾവൻസിയുടെ കൂടെ വെക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. അടുത്താണ് മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ്, സെക്ഷൻ 306. Along with the calling of meeting of the company at which the resolution of the voluntary winding up is to be proposed, it shall convene a meeting of its creditors. കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി റെസൊല്യൂഷൻ പാസ്സാക്കാൻ വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് വിളിക്കുമല്ലോ കമ്പനി മെമ്പേഴ്സിൻ്റെ, ആ കൂടെ തന്നെ ഒരു ക്രെഡിറ്റേഴ്സിൻ്റെ മീറ്റിങ്ങും കൂടി കൺവീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദ മീറ്റിംഗ് ഷാൽ ബി കൺവീൻഡ് ഓൺ ദ സെയിം ഡേ ഓർ ഓൺ ദ നെക്സ്റ്റ് ഡേ ഓഫ് ദ കമ്പനി മീറ്റിംഗ്. കമ്പനി മീറ്റിംഗ് നടക്കുന്ന അതേ ഡേയിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമോ വേണം ക്രെഡിറ്റേഴ്സിൻ്റെ മീറ്റിംഗ് നടത്താനായിട്ട്. ഇറ്റ് ഷാൽ കോസ് എ നോട്ടീസ് ഓഫ് സച്ച് മീറ്റിംഗ് ടു ബി സെൻഡ് ബൈ രജിസ്റ്റേർഡ് പോസ്റ്റ് ടു ദ ക്രെഡിറ്റേഴ്സ് വിത്ത് ദ നോട്ടീസ് ഓഫ് ദ മീറ്റിംഗ് ഓഫ് ദ കമ്പനി. അപ്പോൾ ഈ കമ്പനി ഈ മീറ്റിങ്ങിന്, അതായത് ക്രെഡിറ്റേഴ്സിൻ്റെ മീറ്റിംഗ് നടത്തുന്നതിൻ്റെ നോട്ടീസ് എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് ഒന്നുകിൽ കമ്പനി മീറ്റിങ്ങിൻ്റെ നോട്ടീസിൻ്റെ കൂടെയോ അതല്ലാതെ രജിസ്റ്റേർഡ് പോസ്റ്റായിട്ടോ ക്രെഡിറ്റേഴ്സിന് എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഇൻ ദ മീറ്റിംഗ് ഓഫ് ദ ക്രെഡിറ്റേഴ്സ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി ഷാൽ പ്രസൻറ്റ് എ ഫുൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പൊസിഷൻ ഓഫ് ദ അഫയേഴ്സ് ഓഫ് ദ കമ്പനി. അപ്പോൾ ഈ ക്രെഡിറ്റേഴ്സിൻ്റെ മീറ്റിങ്ങിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറഞ്ഞേക്കുന്നത് പ്രസൻറ്റ് എ ഫുൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പൊസിഷൻ ഓഫ് അഫയേഴ്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഇടപാടുകളുടെ പൊസിഷൻ കാണിച്ചുകൊണ്ടുള്ള ഒരു ഫുൾ സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻറ്റ് ചെയ്യണം.
രണ്ടാമത്തത് എ ലിസ്റ്റ് ഓഫ് ക്രെഡിറ്റേഴ്സ് ഓഫ് ദ കമ്പനി ഇനി കമ്പനിയുടെ ക്രെഡിറ്റേഴ്സ് എത്ര പേരുണ്ടെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് വേണം. അടുത്തത് കോപ്പി ഓഫ് ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി, കമ്പനി സോൾവൻ്റ് ആണ് എന്ന് കാണിക്കുന്ന ഡിക്ലറേഷൻ്റെ കോപ്പി വേണം. ആ ഡിക്ലറേഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചത്. അടുത്തത് ദ എസ്റ്റിമേറ്റഡ് എമൗണ്ട് ഓഫ് ദ ക്ലെയിംസ് ബിഫോർ സച്ച് മീറ്റിംഗ്. അപ്പോൾ ഈ ഒരു മീറ്റിംഗ് നടക്കുന്നതിന് തൊട്ട് മുൻപ് വരെ കമ്പനി എത്ര ക്ലെയിമാണ് കൊടുക്കാനായിട്ടുള്ളത് അല്ലെങ്കിൽ എത്ര എമൗണ്ടാണ് പേ ചെയ്യാനുള്ളതെന്നുള്ളതിൻ്റെ ഒരു എസ്റ്റിമേഷൻ അവിടെ ഉണ്ടായിരിക്കണം. അപ്പോയിൻറ്റ് വൺ ഓഫ് ദ ഡയറക്ടേഴ്സ് ടു പ്രിസൈഡ് അറ്റ് ദ മീറ്റിംഗ്, ഈ മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഡയറക്ടറിനെ, അധ്യക്ഷത വഹിക്കാൻ വേണ്ടി ഒരു ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. വേറെ 2/3 in the value of creditors of the company are of the opinion that it is in the interest of all parties that the company be wound up voluntarily. The company shall be wound up voluntarily. അപ്പോൾ ഈ മീറ്റിംഗ് നടത്തുന്ന സമയത്ത് ക്രെഡിറ്റേഴ്സിൻ്റെ 2/3, 2/3 ആൾക്കാരും ഈ ഒരു കമ്പനിയുടെ വൗണ്ടപ്പിനെ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് അതിന് ഫേവറായിട്ടാണ്, അല്ലെങ്കിൽ അതിനോട് ഫേവറായിട്ടുള്ള ഒരു ഒപ്പീനിയനാണ് അവർക്കുള്ളത് എന്നുണ്ടെങ്കിലാണ് കമ്പനി വോളണ്ടറിലി വൗണ്ടപ്പ് ചെയ്യുന്നത്. However, if 2/3 of the creditors are of the opinion that the company have not been able to pay its debt in full from the proceeds of the asset sold in voluntary wound-up, it may pass a resolution that it shall be in the interest of all parties if the company is wound up by the tribunal. അപ്പം ഈ വന്നിരിക്കുന്ന 2/3 ആൾക്കാരുടെ ഒപ്പീനിയൻ കമ്പനിക്ക് അതിൻ്റെ കടങ്ങൾ വീട്ടാനായിട്ട് സാധിക്കില്ല, അതായത് അസറ്റ് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് കടങ്ങൾ പൂർണ്ണമായിട്ട് വീട്ടാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് 2/3 വ്യക്തികൾക്കുള്ളതെങ്കിൽ അവർ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി അത് വൗണ്ടപ്പ് ബൈ ദ ട്രിബ്യൂണലാക്കി മാറ്റാനായിട്ട് സാധിക്കും. അതായത് വോളണ്ടറി വൈൻഡിങ് അപ്പ് അല്ലാതെ ട്രിബ്യൂണൽ വഴിയുള്ള ഒരു വൗണ്ടപ്പ് എന്നുള്ള രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. If the creditors adopt such a resolution, the company shall within 40 days thereafter file an application before the tribunal to adopt a compulsory winding up. അപ്പോൾ ക്രെഡിറ്റേഴ്സിന് ഇങ്ങനെ ഒരു അഭിപ്രായമാണുള്ളത്, അവർ ട്രിബ്യൂണൽ വഴി വൗണ്ടപ്പ് നടത്താമെന്ന് പറഞ്ഞിട്ട് റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ആ റെസൊല്യൂഷൻ പാസ്സാക്കി 14 ദിവസത്തിനുള്ളിൽ കമ്പൽസറി വൈൻഡിങ് അപ്പിന് വേണ്ടി ട്രിബ്യൂണലിൻ്റെ അടുത്ത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. The notice of any resolution passed at the above mentioned meeting of the creditors shall be given by the company to the registrar within 10 days of the passing. അപ്പോൾ അങ്ങനെ ഒരു റെസൊല്യൂഷൻ ക്രെഡിറ്റേഴ്സിൻ്റെ മീറ്റിങ്ങിൽ പാസ്സാക്കിയിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച വിവരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു നോട്ടീസ് ഈ റെസൊല്യൂഷൻ പാസ്സാക്കി 10 ദിവസത്തിനുള്ളിൽ കമ്പനിയുടെ രജിസ്ട്രാറിൻ്റെ അടുത്തും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ക്രെഡിറ്റേഴ്സിൻ്റെ മീറ്റിങ്ങിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇത്തരം നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. താങ്ക് യു.